ഹലോ മക്കളെ, 2026 സോഷ്യൽ സയൻസ് എക്സാമിനകത്ത് ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. മകളെ, ചോദ്യം ഇതാണ്. വെതറിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപക്ഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യും വന്നിരിക്കും. അത് ചോദ്യം ഇതാണ്: വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്നാണ് ചോദ്യം. മകളെ, പ്രധാനമായിട്ട് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആക്കിയിട്ട് ആ പോയിന്റുകൾ പറഞ്ഞുതരാണ്. ഒന്നാമത്തെ മക്കളെ ശ്രദ്ധിച്ചോ, സോയിൽ ഫോർമേഷൻ ആണ് അല്ലെ. മണ്ണ് രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. സോയിൽ ഫോർമേഷൻ അല്ലെങ്കിൽ മണ്ണിന്റെ രൂപീകരണത്തിന് വെതറിംഗ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് സെപ്പറേഷൻ ഓഫ് മിനറൽസ് ആണ്, സെപ്പറേറ്റ് മിനറൽസ് ആണ്. ഈ പറഞ്ഞ ധാതുക്കൾ ഇത് പാറകളിൽ നിന്നും വേർതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത് മിനറൽ എൻറിച്ച്മെന്റ് ആണ്, ധാതു സമ്പുഷ്ടീകരണമാണ് ഇത് 3 എന്ന് പറയുന്നത്. നാലാമത്തത് ഖനന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൈനിങ് ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. സോയിൽ ഫോർമേഷൻ, അതേപോലെ സെപ്പറേഷൻ ഓഫ് മിനറൽസ്, മിനറൽ എൻറിച്ച്മെന്റ്, മൈനിങ് അല്ലേ, ഈ മണ്ണിന്റെ രൂപീകരണം, ധാതുകൾ വേർതിരിക്കൽ, ധാതു സമ്പുഷ്ടീകരണം, ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഖനന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടാലോ. ഒന്നാമത്തെ നിങ്ങൾ നോക്കിയോളൂ, ഇതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ മണ്ണ് രൂപീകരണമാണ് അല്ലേ. ഈ പറഞ്ഞ പെരിച്ചായി ഇതുപോലെ തന്നെ മണ്ണ് കുഴിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ കുഴിക്കുന്നു, അവിടെ എന്താണ് മണ്ണ് രൂപീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത നിങ്ങൾ നോക്കിയോളൂ, ഇതുപോലെ തന്നെ പാറകൾ എന്ത് ചെയ്യുന്ന, പാറകളിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട മിനറൽസ് എന്ത് ചെയ്യാണ്, വേർതിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് മുകളിലെ പിക്ചർ. ഓക്കെ, റെഡി അല്ലേ. ഇനി അടുത്ത നിങ്ങൾ നോക്കിയോളൂ, മിനറൽ എൻറിച്ച്മെന്റ് ആണ്, ധാതു സമ്പുഷ്ടീകരണമാണ് അല്ലേ. ധാതു സമ്പുഷ്ടീകരണമാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. അത് നടക്കണമെങ്കിൽ എന്ത് നടക്കണം, വെതറിംഗ് നടക്കണം. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് മൈനിങ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഖനനം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ആദ്യം നടക്കണം, വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം ആദ്യം നടന്നിരിക്കണം. സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. സോ മക്കളെ, ഞാൻ പറയുന്നു, ഇതുവരെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ക്ലാസ്സുകളൊന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് സയത്തിന്റെ അസ്ത്ര ബാച്ച്. സോ അസ്ത്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കുക, മനോഹരമാക്കുക, ഫുൾ A+ നേടുക. സോ ബൈ എവരിവൺ.